കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും ആഗോള ഐക്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് നാഫോ ഗ്ലോബൽ സോഷ്യോ വെൽഫെയർ സൊസൈറ്റിയുടെ 7ാമത് വാർഷിക പൊതുയോഗവും ഗ്ലോബൽ കൗൺസിൽ മീറ്റും സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ പ്രമുഖർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നാഫോ ഗ്ലോബൽ സോഷ്യോ വെൽഫെയർ സൊസൈറ്റിയുടെ 7ാമത് വാർഷിക പൊതുയോഗവും ഗ്ലോബൽ കൗൺസിൽ മീറ്റും കോട്ടയം ഹോട്ടൽ ഐഡയിൽ വിപുലമായ ജനപങ്കാളിത്തത്തോടെയാണ് നടന്നത്. സാമൂഹികക്ഷേമ പദ്ധതിയുടെ ആവിഷ്കരണത്തിലും നടത്തിപ്പിലും നാഫോ ഗ്ലോബൽ സ്വീകരിച്ച മാതൃക സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും അനുകരിക്കാനാവുന്നതാണെന്ന് മുൻ ജസ്റ്റിസ് എം.ആർ. ഹരിഹരൻ നായർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. സാംസ്കാരിക പ്രവർത്തകൻ സൂര്യ കൃഷ്ണമൂർത്തിക്ക് നാഫോ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിച്ചു. നാഫോ ഗ്ലോബൽ പ്രസിഡന്റ് വി.ആർ. വിജയൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രവാസി സാമ്പത്തിക വിദഗ്ധനും കുവൈറ്റ് അൽ റാഷിദ് ഷിപ്പിംഗ് കമ്പനി CFOയുമായ പ്രദീപ് മേനോന് നാഫോ രത്ന അവാർഡ് 2026 സമ്മാനിച്ചു. സംവിധായകൻ ജയരാജ്, ബി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അനീഷ് നായർക്ക് നാഫോ ശ്രീ അവാർഡും വിജയകൃഷ്ണൻ, നവീൻ CP, രാജീവ് മേനോൻ CP എന്നിവർക്ക് നാഫോ ടൈറ്റൻ അവാർഡും നൽകി. മധുസൂദനൻ മേനോൻ, പ്രേംരാജ് നമ്പ്യാർ, ആനന്ദ് മേനോൻ, ജയചന്ദ്രൻ നായർ എന്നിവർക്ക് നാഫോ സ്റ്റാർ വാൾട്ട് ബഹുമതിയും സമ്മാനിച്ചു. പഠന മികവ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച ചടങ്ങിൽ 20ഓളം രാജ്യങ്ങളിലെ പ്രവർത്തനം കോർത്തിണക്കിയ സ്മാരക പ്രസിദ്ധീകരണ പ്രകാശനവും പുതിയ ഗ്ലോബൽ കൗൺസിലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടന്നു. നാഫോ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി മുരളി S. നായർ സ്വാഗതവും ട്രഷറർ PS. കൃഷ്ണകുമാർ നന്ദിയും രേഖപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള അംഗങ്ങളെ കോർത്തിണക്കി ഗ്ലോബൽ കൗൺസിൽ പ്രഖ്യാപിച്ചതും സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച വിവിധ വ്യക്തിത്വങ്ങളെ ആദരിച്ചതും നാഫോ ഗ്ലോബലിന്റെ ആഗോള സേവനയാത്രയ്ക്ക് പുതിയൊരു ദിശാബോധം പകരുന്നതായി സമ്മേളനം വിലയിരുത്തി. ജനം, കുവൈറ്റ്.